ആ മഹാരണത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ കുരുപാണ്ഡവന്മാരും സോമകന്മാരും, അതായത് പാഞ്ചാലന്മാരും, ഒരു കരാർ യുദ്ധത്തിലെ ചടങ്ങുകളെക്കുറിച്ച് സൗഹാർദ്ദപൂർവമായി ഒപ്പുവെച്ചു. പൊരുതുവാനുള്ള മുറകൾ തമ്മിൽ ഉറപ്പിച്ചു. യുദ്ധം കഴിഞ്ഞാൽ നമ്മൾക്ക് പരസ്പരം പ്രീതി വേണം. അങ്ങനെ നാം യോജിക്കണം. ന്യായഭംഗം ആരും ചെയ്യരുത്. വാക്കുകൊണ്ട് യുദ്ധം ചെയ്യുന്നവനെ വാക്കുകൊണ്ട് തന്നെ എതിർക്കുക. സൈന്യം വേറിട്ട് അകന്നു പോയവനെ ഒരിക്കലും കൊല്ലുവാൻ പാടില്ല. രഥിയോട് രഥി ഏൽക്കണം. ആനപ്പടയോട് ആനപ്പട തന്നെ ഏൽക്കണം. അശ്വത്തോട് അശ്വാരൂഢന്മാർ ഏൽക്കണം. കാലാളുകളോട് കാലാൾ യോഗം നോക്കി ഇഷ്ടമാം വിധം ഏൽക്കണം. യഥോത്സാഹം യഥാബലം ചൊല്ലി ഓരോന്നും പ്രയോഗിക്കണം. വിശ്വസ്തരിലും മൂഢരിലും പാടില്ല ഒന്നും. ഒരാളോട് പൊരുതിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിനിടയ്ക്ക് മറ്റൊരാൾ അവനോട് ഏൽക്കുവാൻ ഒരിക്കലും പാടില്ല. അഭയം പ്രാപിച്ചവനോട് യുദ്ധം പാടില്ല. അവനെ കൊല്ലുകയും അരുത്. പിന്തിരിഞ്ഞ് ഓടുന്നവനെ വധിക്കരുത്. ശസ്ത്രം തീർന്നവനോട് പൊരുതരുത്. അതായത് നിരായുധനായി നിൽക്കുന്നവനോട് ഒരിക്കലും പൊരുതരുത്. ചട്ടയറ്റവനോടും യുദ്ധത്തിന് തയ്യാറായി നിൽക്കരുത്. ഇങ്ങനെയുള്ളവരാരും ബന്ധ്യരല്ല. സൂതന്മാരിലും ചുമട്ടുകാരിലും ശസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഭൃത്യന്മാരിലും ശരം, ഭേരി എന്നിവ മുഴക്കുന്ന കൂട്ടരിലും പ്രഹരിക്കുവാൻ പാടില്ല. ഇപ്രകാരം ആ കുരുപാണ്ഡവ സോമകന്മാർ നിശ്ചയം ചെയ്തു. ഇങ്ങനെ നിശ്ചയം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ചുനേരം വിസ്മയത്തോടു കൂടി തന്നെ പരസ്പരം നോക്കി നിന്നു. പിന്നെ എല്ലാവരും സന്നദ്ധരായി. മഹാത്മാക്കളായ ആ പുരുഷർഭന്മാർ സൈന്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി പ്രസന്നരായി യുദ്ധത്തിനായി തയ്യാറായി നിന്നു.